ഇപ്പോൾ ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഈ ഓപ്പറേഷൻസ് ഒക്കെ ഒന്ന് അവിടെയുള്ള ആളുകളൊക്കെ സൈലൻ്റായി നിൽക്കുകയാണ്. അതിൻ്റെ ഒരു കാരണമായി പറയുന്നത് ആന ഇപ്പോൾ ഒരു മയക്കത്തിൻ്റെ സ്റ്റേജിലാണ്. അതിന് ഏതെങ്കിലും തരത്തിലൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാവേണ്ടതില്ല. അത് വേഗത്തിൽ തന്നെ വളരെ സ്മൂത്തായി തന്നെ ആ ട്രാൻസിഷൻ നടക്കട്ടെ. അതുകൊണ്ട് ഇവിടെ ഒരു വെളിച്ചത്തിന് വേണ്ടി സംവിധാനമൊക്കെ ഒരുക്കിയിരുന്നു. അതെല്ലാം ഓഫാക്കി വാഹനങ്ങളുടെ വെളിച്ചവും എല്ലാം ഇവിടെ അണച്ചു. അതിൻ്റെ കാരണം ഏതെങ്കിലും തരത്തിൽ അത് മയങ്ങുന്നതിന് ഒരു ബുദ്ധിമുട്ട് അല്ലേ? മയങ്ങുന്നതിന് ഒരു ബുദ്ധിമുട്ട് ഇല്ല. ശബ്ദമൊക്കെ ഒന്ന് ഇപ്പോൾ എല്ലാം സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കുവാണ്. ഇതൊന്ന് മയക്കത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ട് മാത്രമേ ഇത് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അടുത്തുള്ള എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഈ മയങ്ങി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് അദ്ദേഹം ശരിയായി സൂചിപ്പിച്ചതുപോലെയുള്ളൊരു കാര്യമാണ്. അതായത് പൂർണ്ണമായും അവിടെ തൊട്ടടുത്ത് തന്നെ ഈ ദൗത്യ സംഘത്തിൽ ഉൾപ്പെട്ട വെറ്റിനറി ടീം ആന പൂർണ്ണമായും അതായത് ഇവിടെ നിന്ന് മാറ്റാൻ കഴിയും വിധമുള്ള മയക്കത്തിലേക്ക് എത്തിയെന്ന് ഉറപ്പാക്കുക. അതിന് ഇപ്പോൾ ഇവിടെ വെളിച്ച ക്രമീകരണവും വാഹനങ്ങളുടെ വെളിച്ചവും ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഒന്ന് സൈലൻ്റ് ആക്കി ആ വെളിച്ചമൊക്കെ ഒന്ന് അടച്ചു വെച്ചു. അതിനുശേഷം തൊട്ടടുത്ത് സുരക്ഷിതമായ ഏറ്റവും അടുത്ത് നിന്ന് ഈ ദൗത്യ സംഘത്തിൽ ഉൾപ്പെട്ട വെറ്റിനറി സംഘം ആനയെ നിരീക്ഷിക്കുന്നു. മയങ്ങി എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ അക്കാര്യത്തിൽ ഒരു കൃത്യമായ ഒരു ഉറപ്പ് ലഭ്യമായി കഴിഞ്ഞാൽ കുങ്കി ആനകളെ ഉപയോഗിച്ച് ഇവിടെ തന്നെ ഇതേ സ്ഥലത്ത് ഞാൻ നിൽക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഈ ആനയുടെ തൊട്ടടുത്ത് തന്നെ ഈ എലിഫൻ്റ് ആംബുലൻസ് ഉൾപ്പെടെ ഉള്ള വാഹനങ്ങൾ അവിടെ ലോറിയും മറ്റും ഒക്കെ അവിടെ തന്നെ ഉണ്ട്. ഉദ്യോഗസ്ഥരും അവരുടെ ടീം എല്ലാവരും അവിടെ തന്നെയുണ്ട്. അത് കൃത്യമായ ഒരു ക്ലിയറൻസ് ആ വെറ്റിനറി ടീമിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഈ ലൈറ്റുകളെല്ലാം അവർ ഓണാക്കും. അതിനുശേഷം പിന്നീട് ഈ വാഹനത്തിലേക്ക് കയറ്റുക എന്നതാണ്. അത് പക്ഷേ കൃത്യമായി വലിയ എക്സ്പീരിയൻസ് ഉള്ള വലിയ തലപ്പൊക്കമുള്ള നമ്മുടെ ഈ രംഗത്ത് ഒരുപാട് തവണ സേവനം ചെയ്തിട്ടുള്ള 3 കുങ്കിയാനകളാണ് വിക്രം, സൂര്യ, ഒപ്പം കോന്നി സുരേന്ദ്രൻ. ഇവരൊക്കെ തലപ്പൊക്കമുള്ള ഈ രംഗത്ത് ഇത്തരം സേവനങ്ങൾ നാളുകളായി ചെയ്ത അക്കാര്യത്തിൽ സക്സസ്ഫുള്ളായ ഒരു ട്രാക്ക് റെക്കോർഡുള്ള ആനകളാണ്. അതുകൊണ്ട് അക്കാര്യത്തിൽ തടസ്സമൊന്നുമില്ല. പിന്നീട് ഈ വാഹനത്തിൽ ട്രാൻസ്പോർട്ടേഷൻ കർണാടക വനംവകുപ്പ് പറയുന്ന സ്ഥലം വരെ കേരള വനംവകുപ്പ് തന്നെയായിരിക്കും ചെയ്യുക. അതിനുവേണ്ടിയുള്ള വാഹനമൊക്കെ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അവരുടെ ഒരു ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ഇവിടെയുണ്ട്. പിന്നീട് ആ ആശയവിനിമയം നടത്തി എങ്ങോട്ടാണ് എത്തിക്കേണ്ടത് അവിടെ എത്തിച്ചു നൽകും. അതിനുശേഷം തുറന്നു വിടുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അവിടെയുള്ള ഉദ്യോഗസ്ഥരുടെ സേവനവും ഇവിടെ നിന്ന് പോകുന്ന ഉദ്യോഗസ്ഥരുടെ സേവനവും കൂടി പ്രയോജനപ്പെടുത്തും. അത് പക്ഷേ പിന്നീട് ഈ ബോർഡർ കടന്നാൽ പിന്നീട് അത് തീരുമാനമെടുക്കുക കർണാടക വനംവകുപ്പാണ്. ബന്ദിപ്പൂർ വരെ എത്തിച്ചു നൽകാനുള്ള ഒരു തീരുമാനം ഇപ്പോൾ ഇവിടുന്ന് തന്നെയുണ്ട്. അവർ ആവശ്യപ്പെടുന്ന സ്ഥലം വരെ ഇതേ ആംബുലൻസിൽ തന്നെ, അതായത് ഇതേ ലോറിയിൽ തന്നെ, ഇതേ എലഫൻ്റ് ആംബുലൻസ് അഥവാ ലോറിയിൽ തന്നെ അങ്ങോട്ടേക്ക് എത്തിക്കും. അത് ഈ ഒരു അനിശ്ചിതത്വം നീങ്ങിയാൽ, അത് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു അനിശ്ചിതത്വമാണ്, അത് നീങ്ങിയാൽ വാഹനത്തിൽ കയറ്റും. പിന്നീട് അങ്ങോട്ടേക്ക് നേരെ പോലീസ് അകമ്പടിയോടുകൂടിയുള്ള ട്രാൻസ്പോർട്ടേഷനാകും ഉണ്ടാവുക. അതിനുശേഷം പിന്നീട് ബോർഡർ കടന്നാൽ എവിടെ തുറന്നു വിടണം എന്താണെന്നുള്ള കാര്യം കർണാടക വനം വകുപ്പായിരിക്കും അറിയിക്കുക. അതനുസരിച്ച് അവിടെ ഇറക്കും. ആ നിലയ്ക്കാണ് ഇപ്പോഴുള്ള ക്രമീകരണം. ക്യാമറമാൻ റിബിൻ ജോൺ പാലേരി, അതുപോലെ ക്യാമറമാൻ പ്രജ്വൽ സുരേഷ് എന്നിവർ പകർത്തുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ദൗത്യവുമായി ബന്ധപ്പെട്ടുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. 24-ൻ്റെ ക്യാമറമാൻമാരായ റിബിൻ ജോൺ പാലേരി, അതുപോലെ പ്രജ്വൽ സുരേഷ് എന്നിവർ പങ്കുവയ്ക്കുന്ന ദൃശ്യങ്ങൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ആ ദൗത്യം അതിൻ്റെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലാണ് എത്തി നിൽക്കുന്നത്. ദൗത്യം വിജയത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. മിഷൻ തണ്ണീർക്കൊമ്പൻ വിജയത്തിലേക്ക് അടുക്കുകയാണ്. കാട്ടുകൊമ്പൻ 2 തവണ മയക്കുവെടിയേറ്റിട്ടുണ്ട്. ആന ഇപ്പോൾ മയങ്ങി നിൽക്കുകയാണ്. മയങ്ങി നിൽക്കുന്ന ആനയെ ലോറിയിലേക്ക്, എലിഫൻ്റ് ആംബുലൻസിലേക്ക് കയറ്റുക എന്നുള്ളതാണ് ഇനിയുള്ള ദൗത്യം. അതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികളാണ് അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇരുട്ട് വീണതോടുകൂടി വെളിച്ചത്തിനുള്ള ക്രമീകരണങ്ങളൊക്കെ അവിടെ ഏർപ്പെടുത്തിയിരുന്നു. അല്പസമയം ആ വെളിച്ചമൊക്കെ ഓഫ് ചെയ്തുകൊണ്ട് ആനയെ നിരീക്ഷിക്കുന്ന നടപടിയിലേക്ക് ഇപ്പോൾ കടന്നിട്ടുണ്ട്. ആന എത്രത്തോളം മയക്കത്തിലാണ് എന്നുള്ള കാര്യം ദൗത്യ സംഘത്തിന് വിലയിരുത്തേണ്ടതുണ്ട്. അതിനനുസരിച്ച് ആ സാഹചര്യങ്ങളൊക്കെ പരിശോധിച്ചതിന് ശേഷം, വിലയിരുത്തിയതിന് ശേഷം ഏറ്റവും അനുയോജ്യമായൊരു തീരുമാനമെടുക്കുക എന്നുള്ളതാണ് ദൗത്യസംഘം ഇപ്പോൾ ആലോചിക്കുന്നത്. അതിൻ്റെ ഭാഗമായുള്ള നിരീക്ഷണമാണ് അവിടെ ഇപ്പോൾ നടക്കുന്നത്. 3 കുങ്കിയാനകൾ, കോന്നി സുരേന്ദ്രൻ, വിക്രം, സൂര്യൻ എന്നിങ്ങനെയുള്ള 3 ആനകൾ ഈ ദൗത്യത്തിൻ്റെ ഭാഗമാകുന്നു. അവർ സജ്ജമായി നിൽക്കുന്നു. നേരത്തെ സജോ ദേവസ്യ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ ദൗത്യത്തിൽ ഏറെ പരിചയമുള്ള വിജയകരമായ ട്രാക്ക് റെക്കോർഡുള്ള ആനകളാണ്. അവരാണ് ഈ ദൗത്യത്തിൻ്റെ ഭാഗമാകുന്നത്. നഗരത്തിലിറങ്ങി 12 മണിക്കൂറിന് ശേഷം മയക്കുവെടി വയ്ക്കുന്നു. ഇപ്പോഴത് 14 മണിക്കൂർ. നേരത്തെ വലിയ രീതിയിലുള്ള ആശങ്കയുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ആ ആശങ്ക അല്പം മാറിയിട്ടുണ്ട്. ഇനി അതിനെ ലോറിയിലേക്ക് കയറ്റുക, എലിഫൻ്റ് ആംബുലൻസിലേക്ക് കയറ്റുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ദൗത്യം. നേരത്തെ സമീപവാസികളുടെയൊക്കെ പ്രതികരണങ്ങൾ നമ്മൾ കണ്ടിരുന്നു. അവരുടെ ഭീതി, വലിയ രീതിയിലുള്ള ആശങ്ക അത് മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനെ ഈ വാഹനത്തിൽ കയറ്റി കർണാടകയ്ക്ക് കൈമാറുക എന്നുള്ള നടപടി അതുകൂടി പൂർത്തിയായാൽ മാത്രമേ പൂർണ്ണമായി അവർക്ക് ഒരാശ്വാസം എന്ന് നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. ഡോക്ടർ രാജേഷ് മോഹൻദാസിൻ്റെ നേതൃത്വത്തിൽ നേരത്തെ നടപടികൾ പുരോഗമിക്കുന്നത് നമ്മൾ കണ്ടു. വലിയ ഭീതി നേരത്തെ ആ നഗരത്തിൽ ഉണ്ടായിരുന്നെങ്കിലും ഒരാളെയും ആന ആക്രമിച്ചിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. ഏറ്റവും സജീവമായൊരു ജനവാസ മേഖലയിലാണ് ആന എത്തിയത്. അതിൻ്റെ ഒരു അമ്പരപ്പ്, ഭീതി ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു.
പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ദൗത്യം പൂർണ്ണാർത്ഥത്തിൽ വിജയമാക്കുക എന്നുള്ളതാണ് പ്രധാനം. അതിൻ്റെ ഏറ്റവും നിർണായകമായ ഘട്ടം പൂർത്തിയാക്കാൻ ദൗത്യസംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട്. മയക്കുവെടി വെക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആന മയങ്ങിയിട്ടുണ്ട്. ഇനി ലോറിയിലേക്ക് കയറ്റുക, അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുക, വഴിയൊരുക്കുക, JCB ഉപയോഗിച്ച് ആ വഴി ക്രമീകരിക്കുന്നതൊക്കെ, വഴിയൊരുക്കുന്നതൊക്കെ പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാം.